ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ സെറ്റും മുണ്ട് ഉടുക്കുന്ന രീതിയാണ് കേട്ടോ കാണിക്കണേ. അപ്പോൾ ഈ സംഭവം നമ്മൾക്ക് 2 പീസ് ഉണ്ടാവുമല്ലോ, നമ്മൾക്ക് മുണ്ടായിട്ട് ഉടുക്കാനുള്ളതും ഉണ്ടാവും, നമ്മൾക്ക് തോളത്തേക്ക് ഇടാനുള്ളതും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഒന്നിച്ച് പിടിക്കുമ്പോൾ ഈ 2 പീസ് നമ്മളൊന്ന് എടുത്തിട്ട് ഒന്നിച്ച് വെച്ച് നോക്കുക. അപ്പോൾ ഒന്നിച്ച് വെക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിൽ വീതിയുള്ള പീസ് നമ്മൾക്ക് മുണ്ടായിട്ട് ഉടുക്കാനുള്ളതാണ്, അതുപോലെ വീതി കുറഞ്ഞിട്ടുള്ള ആ ഒരു പീസാണ് നമ്മൾക്ക് ഷോൾഡറിലേക്ക് ഇടേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെരുപ്പിട്ടിട്ടാണ് ഉടുക്കാൻ പോണേ. അപ്പം എന്നാലാണ് നമ്മൾക്ക് ഹൈറ്റൊക്കെ, അതായത് ലെങ്ത്തൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അണ്ടർ സ്കേർട്ടൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്, നല്ല ടൈറ്റാക്കി കിട്ടുക. അതുപോലെ ഫ്രണ്ടിലുള്ള ചുളിവുകളൊക്കെ എല്ലാം ഞാൻ സൈഡിലേക്കാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വീതിയുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് മുണ്ടായിട്ട് ഉടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കൊക്കെ നോക്കി വെക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഇതിൻ്റെ ഒരു അളവെടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾക്കിപ്പോൾ നമ്മൾ ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്നവരുണ്ടാവും, കുറച്ചിങ്ങനെ വണ്ണമുള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾക്ക് ആ ഒരു പ്ലീറ്റിൻ്റെ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ അധികം ബാക്കിലേക്കും ആയി പോകാൻ പാടില്ല, അധികം ഫ്രണ്ടിലേക്കും ആയി പോകാൻ പാടില്ല. കറക്റ്റ് നമ്മുടെ റൈറ്റ് സൈഡിൽ അതിൻ്റെ ആ ഒരു എൻഡ് ഭാഗം വെച്ചിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്തിട്ട് നമ്മൾക്ക് പ്ലീറ്റ് ഏത് ഭാഗത്താണോ വരേണ്ടത്, അതായത് നമ്മളുടെ വയറിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം, ആ ഭാഗത്ത് ഒരു പിന്ന് കുത്തുക. ഒരു അടയാളം പോലെ ഞാനങ്ങനെ കുത്തി വെക്കുന്നതാണ് കേട്ടോ. കണ്ടോ, ഒരു സെൻറ്റർ ഭാഗത്തേക്കാവുന്ന രീതിയിൽ പിന്ന് കുത്തി വെക്കുക. ഇനി അതങ്ങനെ വിട്ടേക്കുക. ഇനിയിപ്പോൾ നമ്മൾക്ക് ആ ഒരു പിന്നെന്ന് പറയുന്നത് നമ്മളുടെ അളവാണ് കേട്ടോ, അതിനെ അങ്ങോട്ട് മാറ്റാൻ പാടില്ല. ഇനി നമ്മളിങ്ങനെ ബാക്കിയുള്ള ഭാഗം, അതായത് ആ പിന്ന് കഴിഞ്ഞിട്ട് ബാക്കി ഇപ്പുറത്തേക്കുള്ള ഭാഗം ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഭാഗം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അടിഭാഗം വരെ അമർത്തി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അവിടെ ഒരു വടിവ് പോലെ, ഇങ്ങനെ ഒടിവ് പോലെയൊക്കെ വരുമല്ലോ, അത് നന്നായിട്ട് അങ്ങനെ മടങ്ങിയിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണേ. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ നമ്മൾക്ക് അങ്ങനെ തന്നെ ചുമ്മാ ഉടുക്കാം. അപ്പോൾ ഞാനവിടെ മടക്കിയിട്ട് ആ മുകൾ ഭാഗത്തൊരു പിന്ന് കുത്തിയിട്ടുണ്ട്. അതിനുശേഷം ആ ഭാഗത്തു നിന്നാണ് കുഞ്ഞ് പ്ലീറ്റ്സ് ആയിട്ട് എടുത്ത് തുടങ്ങണേ. അപ്പോൾ നമ്മൾക്ക് അവിടെ ഒരു ഇങ്ങനെ മടങ്ങിയിരിക്കുമ്പോൾ ഒരു നല്ലൊരു ഫിനിഷിങ്ങിൽ ഇരിക്കുകയും ചെയ്യും. ബാക്കി നമ്മൾ ആദ്യം പിന്ന് കുത്തിയ ഒരു അറ്റമില്ലേ, ആ ഒരു ഭാഗമില്ലേ, ആ ഒരു ബോർഡറില്ലേ, അവിടം വരെ നമ്മൾക്ക് പ്ലീറ്റ്സ് ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ 2 പ്ലീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മളുടെ അളവ്. എന്നിട്ട് നമ്മൾ അതൊന്നും കൂടെ അറേഞ്ച് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ 2 പ്ലീറ്റ്സ് ഉള്ളൂ എന്നാണെങ്കിലും അറേഞ്ച് ചെയ്യട്ടെ. കാരണം ഈ കസവിൻ്റെയൊക്കെ ഈ സംഭവങ്ങൾ എടുക്കുമ്പോഴുണ്ടല്ലോ, കസവൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ അലക്കിയൊക്കെ കഴിയുമ്പോഴേക്കും കസവ് ചില സ്ഥലത്ത് ചുളുങ്ങി അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് നേരെ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ അത് നമ്മൾ അയൺ ചെയ്യുമ്പോഴേക്കും ഇതിങ്ങനെ ചുരുണ്ടൊക്കെ വരും. എൻ്റെ ആ അറ്റത്തിരിക്കണം കണ്ടോ, അത് അയൺ ചെയ്യുമ്പോൾ അങ്ങനെ ചുരുണ്ട് വരേണ്ടതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ താഴ്ഭാഗം വരെ ഒന്ന് അറേഞ്ച് ചെയ്യാം. നമ്മുടെ ഫുൾ ലെങ്ത് അറേഞ്ച് ചെയ്യണമല്ലോ. വേണമെങ്കിൽ നമ്മൾക്ക് അവിടെ നടുക്കായിട്ട് ഒരു പിന്നും കൂടെ കുത്താട്ടോ. അപ്പോൾ അത് അധികം അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറുമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ അവിടെ ഒരു പിന്ന് കുത്തിയിട്ടുണ്ട് കണ്ടോ, ആ ഒരു ഭാഗത്ത് ഞാൻ കുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അധികം കസവിലേക്ക് കയറി പോവാതെ, കസവിൽ പിന്ന് കുത്തിയിട്ടുണ്ട് എന്ന് അറിയാത്ത വിധത്തിൽ നൈസായിട്ട് വേണം കേട്ടോ കുത്താൻ വേണ്ടിയിട്ട്. എന്നാൽ കസവിൽ ചെറുതായിട്ട് പിന്നൊന്ന് അറ്റാച്ച്ഡ് ആയിട്ട് ഉണ്ടാവണം. ആ ഒരു രീതിയിൽ കുത്തി വെക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അവിടെ ആ ഒരു ഫ്രണ്ടിലെ പ്ലീറ്റ് എടുക്കുന്നത്. എന്നിട്ട് നമ്മളുടെ അപ്പുറത്തെ ഭാഗം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ആ ഒരു ഭാഗം എടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മളുടെ കാലിൻ്റെ ആ ഒരു പാദത്തിൻ്റെ അവിടുത്തെ ആ ഒരു ലെങ്ത്തൊക്കെ കറക്റ്റാക്കി നമ്മളുടെ കറക്റ്റായിട്ടുള്ള റൈറ്റ് സൈഡിൽ നിന്ന് കറക്റ്റ് അളവിൽ വലിയ ചുളുക്കലൊന്നും വരാതെ ഇങ്ങനെ നൈസായിട്ട് നമ്മളുടെ അണ്ടർ സ്കേർട്ടിലേക്ക് ടക്കിൻ ചെയ്യാം കേട്ടോ. അങ്ങനെ എടുത്തിട്ട് നമ്മളിപ്പോൾ ആദ്യം പ്ലീറ്റ്സ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിങ്ങനെ നേരെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിലായി പോകും. നമ്മളൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ആ ഒരു ബോഡിയുടെ ഷേപ്പൊക്കെ അനുസരിച്ചിട്ട് നമ്മൾക്ക് അവിടെ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുമല്ലോ. എന്നിട്ട് കറക്റ്റാക്കിയൊക്കെ എടുത്ത് ചുളിവൊന്നും ഇല്ലാണ്ടാക്കിയിട്ട് നമ്മൾ പതിയെ പാവാടയുടെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്യുക. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിൽ ഇപ്പോൾ കുറച്ച് തുണി ഉണ്ടാവുമല്ലോ, ആ തുണി അതുപോലെ ചുളിവുകളൊന്നും വരാത്ത രീതിയിൽ ടക്കിൻ ചെയ്യുക. സംഭവം സിമ്പിളാണ് കേട്ടോ. ഇനി ഇപ്പം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇതിങ്ങനെ ചുളുങ്ങിയിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്നാണെങ്കിൽ ആ ഒരു ഭാഗത്തും കൂടെ ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് അവിടെയും കൂടെ ഒരു പിന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഇരുന്നോളൂ കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ വെച്ചുകൊണ്ട് നടക്കാനാണെങ്കിൽ അതങ്ങനെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കും കണ്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു പിന്ന് കുത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിന്ന് അനങ്ങൂലേ. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നാണെങ്കിൽ കുത്താം. അപ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കിടന്നോളും, വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറി പോകുന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഷോൾഡറിലേക്ക് ഇടാനുള്ള ആ ഒരു ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇതിന് കുറച്ച് ലെങ്ത്ത് കൂടുതലായിരിക്കും കേട്ടോ. ഇതെടുത്തിട്ട് നമ്മൾക്ക് ഏത് ഭാഗത്താണ്, അതായത് ഏത് സൈഡിലാണ് നമ്മൾക്ക് ചിലതിൽ പ്രിൻ്റൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നോക്കിയിട്ട് നമ്മൾക്ക് പ്ലീറ്റ്സ് എടുക്കുക എന്നുള്ളതാണ്. പ്ലീറ്റ്സ് എപ്പോഴും നമ്മൾ എടുക്കുമ്പോഴേക്കും
കുഞ്ഞ് പ്ലീറ്റ്സ് ആയിട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അതായത് ഭയങ്കര വലിയ പ്ലീറ്റ്സ് ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ബോഡി ടൈപ്പ് അനുസരിച്ചിട്ട് നമ്മൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതികളുണ്ടാവില്ല എടുക്കാനായിട്ട്, പ്ലീറ്റ്സ് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ചെറുതായിട്ടുള്ള പ്ലീറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇങ്ങനെ വിടർന്നിരിക്കും. ഇങ്ങനെ ഓരോ ലെയേഴ്സായിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് വിടർന്നിരിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇപ്പം ഞാൻ ഒരു നോർമൽ ഒരു എന്താ പറയുക, സാധാരണ ഭയങ്കര തീരെ ചെറുതുമല്ല ഭയങ്കര വലുതുമല്ല, അങ്ങനെ അത്രയും വലുപ്പമുള്ള പ്ലീറ്റ്സാണ് കേട്ടോ എടുക്കണേ. അങ്ങനെ പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഒരു പിന്നും കൂടെ നമ്മളവിടെ കുത്തി വെച്ചേക്കാം. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോയില്ലല്ലോ. ഇപ്പം ഈ കസവിൻ്റെ ആണെങ്കിൽ ഇതിപ്പോൾ കുറേ നാളായിട്ട് ഇവിടെ വീട്ടിലുള്ള സെറ്റ് മുണ്ടാണ് കേട്ടോ. അതുകൊണ്ട് അലക്കിയും അയൺ ചെയ്തൊക്കെ വന്നപ്പോഴേക്കും അതിൻ്റെ കസവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കസവ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയാണ്. അപ്പോൾ നമ്മൾക്ക് പുതിയ സെറ്റ് മുണ്ടൊക്കെ ആണെങ്കിൽ കസവൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ തന്നെ ഇരിക്കും. ഇതിപ്പോൾ കുറച്ച് പഴയതാണ്, അതുകൊണ്ട് എനിക്ക് കസവൊന്നും കറക്റ്റായിട്ടുള്ള രീതിയിലേക്ക് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ സാരിക്കൊക്കെ പ്ലീറ്റ്സ് എടുക്കില്ലേ, അതേപോലെ തന്നെ പ്ലീറ്റ്സ് എടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നേരത്തെ തന്നെ ചെയ്ത് വെക്കാം കേട്ടോ. നേരത്തെ തന്നെ പ്ലീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങോട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് ഉടുത്തിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് പ്ലീറ്റ്സ് എടുക്കണേ. കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പതിയെ നമ്മുടെ കൈ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പറയുക, ആ ഒരു രീതിയിൽ പ്ലീറ്റ്സിൻ്റെ കറക്റ്റായിട്ട് ഉള്ള അളവിലേക്ക് എൻ്റെ കൈ വെച്ച് തന്നെ പതിയെ ഇങ്ങനെ തെന്നിച്ച് എടുത്ത് അങ്ങനെയാണ് പ്ലീറ്റ്സ് എടുക്കണേ കേട്ടോ. അതിനുശേഷം ഫുള്ളായിട്ട് പ്ലീറ്റ്സ് എടുത്തിട്ടില്ല, ഒരു പകുതി ഭാഗം വരെയൊക്കെയാണ് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ ഷോൾഡറിലേക്ക് വെച്ചിട്ട് നോക്കുന്നുണ്ട് ലെങ്ത് എന്തോരം വേണമെന്നുള്ളത് നോക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ തുണി ഉണ്ടാവുമല്ലോ, അത് ചിലപ്പോൾ പ്ലീറ്റ്സ് ഒന്നും കറക്റ്റ് ആയിരിക്കില്ല, നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ചുമ്മാ ഒന്ന് തടവിയിട്ട് വെച്ചേക്കുക. പിന്നെ ഇപ്പം ഞാൻ ഷോൾഡറിൽ കറക്റ്റായിട്ട് പിന്നെ കുത്തി വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്രണ്ട് ഭാഗം ഒന്ന് ഇങ്ങനെ വിടർത്തി എടുക്കുക. എന്നിട്ട് നമ്മളുടെ ഈ ഒരു അറ്റം ഭാഗം ഇല്ലേ, ഇപ്പം നമ്മൾ മുണ്ടിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെച്ചില്ലേ, അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ ഈ ഷോളിൻ്റെ ആ ഒരു സംഭവത്തിൽ ഇങ്ങനെ പതിയെ ട്വിസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല വീതിയിൽ തന്നെ ഉള്ളിലേക്ക് മടക്കണുണ്ട്. നിങ്ങൾക്ക് അത്രയും വീതിയിലേക്ക് ഉള്ളിലേക്ക് മടക്കണ്ടെന്നാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്തോരം വീതി വേണമെന്ന് നോക്കിയിട്ട് അത്രയും മടക്കി വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ രണ്ടറ്റത്തും ഓരോ പിന്ന് വെച്ച് കുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മടക്കി വെക്കുമ്പോഴേക്കും ഒരു പ്രത്യേക ഭംഗിയാണ്, അതുപോലെ ഒരു ഫിനിഷിംഗ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ മടക്കി വെക്കുന്നത് കേട്ടോ. മുൻപ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ടെന്നാണെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ വീതിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് മടക്കി വെക്കുക. പിന്ന് കുത്തുമ്പോഴേക്കും അധികം നമ്മളിങ്ങനെ പിന്ന് കുത്തിയിട്ടുണ്ട് എന്ന് അറിയിക്കാത്ത രീതിയിൽ പിന്ന് കുത്താട്ടോ. അങ്ങനെ പിന്ന് കുത്തിയിട്ട് നമ്മൾ സാധാരണ സാരിക്കൊക്കെ എടുക്കണ പോലെ തന്നെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് കുറച്ചൊന്ന് വലിച്ചു കുത്തിയാൽ നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ വലിച്ചു കുത്തിയില്ലെങ്കിൽ നമ്മുടെ ഈ ഫ്രണ്ടിലെ ഈ പ്ലീറ്റ്സ് ഇല്ലേ, അത് കറക്റ്റായിട്ട് ഇരിക്കില്ല, അതിങ്ങനെ ലൂസായിട്ട് പോന്നുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ചൊന്ന് വലിച്ച് കുത്താം. എന്നിട്ട് ഞാനിങ്ങനെ നമ്മളുടെ പാവാടയുടെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്യണില്ല, ജസ്റ്റ് ഇവിടെ പിൻ ചെയ്യണമാണ്. അങ്ങനെയാണ് ഞാൻ ചെയ്യണം കേട്ടോ. കാരണം ഉള്ളിലേക്ക് പിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ചുളിവ് പോലെയൊക്കെ വരും. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ അവിടെ വലിയ കുഴപ്പമില്ല, പാവാടയുടെ കൂടെ പിൻ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത്ര ഉള്ള സംഭവം, ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.